പ്രഭാത വന്ദനങ്ങൾ. സങ്കീർത്തനങ്ങൾ 42:2 എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. നമ്മുടെ ഈ ലോകത്തിലെ ഒന്നിനും ഒരു പരിധി വരെ അതിനപ്പുറത്തേക്ക് നമ്മളെ സന്തോഷിപ്പിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇതറിയാം. സങ്കീർത്തനക്കാരൻ പറയണത് തൻ്റെ ആത്മാവിൻ്റെ ആഗ്രഹം, തൻ്റെ പ്രാണന്റെ ഏറ്റവും വലിയ ലോങ്ങിങ്സ് അത് കർത്താവിൻ്റെ അടുക്കലോട്ട്, കർത്താവിനോട് ചേരുവാനായിട്ടാണെന്ന്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ വേറൊരു വചനമുണ്ട്, 55:2 അപ്പമില്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് നന്മ അനുഭവിക്കുവാൻ പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചു കൊള്ളുവിനെന്ന്. അതായത് ഈ ലോകത്തിലെ ഒന്നും തൃപ്തി വരുത്തുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ദൈവത്തിന് മാത്രമേ നമ്മളെ തൃപ്തി വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. ദൈവമാകട്ടെ നമ്മളോട് കൂടെ ദൈവത്തെ പേഴ്സണലായിട്ട് അറിയുവാൻ ആഗ്രഹിക്കുന്നു. അത് ദൈവം ചെയ്തെടുത്തത് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ദൈവം നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നു. നമുക്കുള്ള സമാധാനവും ക്രിസ്തുവിലൂടെ നമുക്ക് തന്നിരിക്കുന്നു. ഈ ക്രിസ്തുവിലെ അറിയുന്നതിലൂടെ, ക്രിസ്തുവിലോട്ടുള്ള ഇൻറ്റിമസിയിലോട്ട് നമ്മൾ കടക്കുന്നതിലൂടെ നമ്മുടെ ആത്മാവിൻ്റെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുവാനായിട്ട് സാധിക്കും. ഇന്ന് മുതൽ കർത്താവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുവാൻ, കർത്താവുമായിട്ടുള്ള ഇൻറ്റിമസിയിലേക്ക് നിങ്ങൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദയമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ കർത്താവെ അങ്ങേയുമായിട്ട് ചേർന്നിരിക്കുവാനായിട്ടാകട്ടെ. ഈ ലോകത്തിൽ ഒന്നിനും ഞങ്ങളെ തൃപ്തി വരുത്തതില്ലാത്തത് കൊണ്ട് അങ്ങിൽ തൃപ്തി കണ്ടെത്തുവാനായിട്ട്, അങ്ങിൽ സന്തോഷം കണ്ടെത്തുവാനായിട്ട്, അങ്ങിൽ ആനന്ദം കണ്ടെത്തുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കുന്നതിനായിട്ട് നന്ദി. ഞങ്ങളെ അങ്ങയെ സ്നേഹിക്കുന്നപ്പ. എല്ലാ മാനവും മഹത്വവും യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.